ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കഞ്ഞെള്ളം വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പണ്ടത്തെ തള്ളാരൊക്കെ വെക്കണ ആ കറിയാണ്. ഒരു സ്പെഷ്യൽ കറി തന്നെയാണ്. പണ്ടത്തെ തള്ളാരൊക്കെ വെക്കണ ഒരു സ്പെഷ്യൽ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. എനിക്ക് കഞ്ഞെള്ളം ഒരു ഡബറ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്ക മാന്തളുണ്ട്. 3 പച്ചമുളക് നടുക്ക് കയറിയതുണ്ട്. ചെറിയ ഉള്ളി ഉണ്ട്. ഇത്ര ഇതിക്ക് വേണ്ടുള്ളൂ. ഇത് ഞാൻ വെക്കാൻ പോവുകയാണ്. ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയത്തെ ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും വെച്ച് നോക്കിയിട്ട് നല്ല രസമാണ്. ചോറ് എത്ര ചോറ് വേണം നമ്മൾ കഴിക്കും. ഇങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് വേണമെന്നില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തിരിക്കും ഈ കറി. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കി വെക്കും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉണക്കമീനും ഒരു വറുത്ത കൊണ്ടാട്ടമുളകും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എല്ലാവരും വേണ്ടി എൻ്റെ പിന്നാലെ വേണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി വെട്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഞാൻ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഉച്ചക്കലത്തെ ഉച്ചക്കലത്തെ കറിയാണ് ഈ കഞ്ഞെള്ളം കൊണ്ടുള്ള കറി. ഉച്ചക്കലത്തെ സ്പെഷ്യലാണ്. അതിന് ഉണക്ക മീനും നല്ല പയറുപ്പേരിയാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കൂട്ടയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് ഇന്ന് കൂട്ട കിട്ടിയില്ല. അതുകൊണ്ട് പയറുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ച് പയറുപ്പേരി വെച്ചിട്ടുണ്ട്. നല്ല പയറുപ്പേരി വെച്ച് വാങ്ങിയിട്ടുണ്ട്. പയറുപ്പേരിക്ക് വെന്ത് നല്ല പച്ച പയറാണ്. നല്ല ടേസ്റ്റാണ്. അത് വെച്ച് വാങ്ങി എടുത്തിട്ടാണ്. എനിക്കിത് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്ത് എനിക്ക് നമുക്ക് ഇടാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളെ ചെറിയുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി വെക്കും. നല്ല പച്ചപ്പുളി ഉണ്ടെങ്കിലും ഏറ്റവും രസം. പുളി നമ്മുടെ കയ്യിലില്ല. പുളി ഉണ്ടെങ്കിലും കഞ്ഞെള്ളം കറി വെക്കാം. പച്ചപ്പുളി കൊണ്ടൊക്കെ കഞ്ഞെള്ളം ഉണക്ക മാന്തളൊക്കെ ഇട്ടിട്ട് പച്ചപ്പുളി നല്ല നാടൻ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. വെച്ചാൽ അത് കഴിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഞങ്ങളുടെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഭർത്താവിന് ഇഷ്ടമല്ല അങ്ങനത്തെ കറി. ഉണക്കമീനേ ഇഷ്ടമല്ല ഹസ്ബൻഡിന്. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കാൻ പോവുകയാണ്. കഞ്ഞിവെള്ളം ഒഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒഴിക്കൽ ഒഴിച്ച് വെക്കണം. ഒഴിച്ച് വെക്കണം. ഞാൻ നന്നായി വെട്ടി തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഉണക്കമീൻ ഇട്ട് കൊടുക്കുന്നത്. വെട്ടി തിളക്കെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉണക്കമീൻ ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമീൻ ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തിളച്ച് നല്ലോണം വെന്ത് വരട്ടെ. ഉണക്കമീനിൽ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കാന്തിരി വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ കാന്തിരി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു അലുമിനിയത്തിൻ്റെ ഫാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഓയിലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചുറ്റി വരട്ടെ. ഇട്ടിട്ടുണ്ട്. ചട്ടിയിൽ വെച്ച് വെള്ളം വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീൻ അടുക്കി വെക്കുകയാണ്. ഉണക്കമീൻ വലിയ മാന്തളാണ്. അതാണ് കസറി. ഇന്നത്തെ ഉച്ചക്കലത്തെ കസറി അതാണ്. അതേതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞാറിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് ഞാൻ ഉണക്കമീൻ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വരട്ടെ ഉണക്കമീൻ. ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി വന്നിക്കണം. ഉണക്കമീൻ സെറ്റായി വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ മറ്റിട്ട് കൊടുത്തതാണ്. ഉണക്കമീൻ ഇവിടെ റെഡിയായി.